നമസ്കാരം. പി.വി. അൻവറിന് പിണറായിസത്തിനെതിരെ പോരാടി മതിയായി. ഇനി പോരാട്ടം മരുമകനിസത്തിനെതിരെ എന്നാണ് പുതിയ പ്രഖ്യാപനം. എന്തായാലും ഇടഞ്ഞു നിന്ന അൻവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും വിറപ്പിച്ച പ്രകടനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശന് വഴങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അൻവർ. നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാന ആണിയടിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ മരുമകനിസത്തിന്റെ അടിവേരർക്കാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കുവാനും തയ്യാറാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ടെണ്ണി തീർന്നതിന് പിന്നാലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അൻവറിന്റെ പുതിയ തള്ളെത്തിയത്. പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിപരമായി വിരോധമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് VD സതീശനെതിരെ നിശ്ചിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ തന്നെ മുന്നണിയിലെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായത് വീഴ്ചയാണെന്നും ഇത്തവണ ലഘൂകരിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തന്നെ അപമാനിക്കുന്നതിന് സമമായിരുന്നു എന്ന് പറയാനും വിമുഖത കാട്ടിയിട്ടില്ല. നേരത്തെ തന്നെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ബേപ്പൂർ സീറ്റ് വെച്ച് നീട്ടിയിരുന്നു എന്നും അൻവർ വെളിപ്പെടുത്തുന്നുണ്ട്. ആദ്യം മലമ്പുഴ വാഗ്ദാനം ചെയ്തെന്നും പിന്നീട് അത് ബേപ്പൂരായി മാറിയെന്നുമാണ് അൻവർ അന്ന് പറഞ്ഞത്. തൻ്റെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിയാണ് LDFിൽ നിന്നും പുറത്തു വന്നത്. അതിനാൽ തനിക്ക് വീണ്ടും നിയമസഭയിലെത്താൻ ഒരു സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒട്ടും വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻവർ സതീശനെതിരെ രംഗത്തെത്തിയത്. തുടർന്നാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇനി ഇല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലായിരുന്നു അൻവറിന്റെ അന്നത്തെ വെളിപ്പെടുത്തൽ. ഇരു മുന്നണികളെയും ഞെട്ടിച്ച് 19,760 വോട്ടുകളാണ് PV അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത്. സ്വരാജിന് പോകുമായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളും UDF സ്ഥാനാർത്ഥിക്ക് പോകുമായിരുന്ന ഭരണവിരുദ്ധ വോട്ടുകളും ഒരുപോലെ PV അൻവർ പിടിച്ചെടുത്തുവെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം UDF തള്ളിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലത്തോടെ തന്റെ നിർദ്ദേശവും പിന്തുണയും സ്വീകരിച്ചിരുന്നു എങ്കിൽ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാമെന്നായിരുന്നു നേതൃത്വത്തിന് ബോധ്യപ്പെടുത്താൻ തനിക്ക് സാധിച്ചുവെന്നും അൻവർ പറയുന്നുണ്ട്. ഷൗക്കത്ത് നിലമ്പൂരിൽ MLA ആകുന്നത് തടയാൻ സകല അടവും പറ്റിയിട്ടും അത് തടയാനായില്ല. ആ സ്ഥിതിക്ക് ഇനി UDFിൽ കയറി പറ്റിയാലും നിലമ്പൂരിൽ സീറ്റ് കിട്ടാനിടയില്ല. അത് കണക്കുകൂട്ടിയാണ് ബേപ്പൂർ അംഗത്തിന് തയ്യാറാണെന്ന പ്രഖ്യാപനവും സതീശനോട് UDFിനോടുള്ള സമീപത്തിനും അയവ് വരുത്തിയിരിക്കുന്നത്.